യേശു പാപികളെ സ്നേഹിക്കുന്നു. കാരണം പാപികൾ എന്നേക്കുമായി നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു, പാപപരിഹാര യാഗമാക്കി. എന്നാൽ എന്നിട്ടും അവർ അവരുടെ പാപത്തിൽ നശിച്ച് എന്നേക്കുമായി നിത്യനരകം പോകാതിരിക്കുവാൻ അവരെ ഏതു വിധേനയും രക്ഷിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. ഞാൻ വന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയത്രേ. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനാണ് എന്നാണ് യേശു പറഞ്ഞത്. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ആ കരുണ ഇതാണ്: യേശുക്രിസ്തു ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങിവന്ന് ഈ പീഡകൾ സഹിച്ചത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. എന്നാൽ യേശു ആ പീഡ സഹിച്ചതിന് ശേഷവും നാം പാപത്തിൽ നശിച്ച് നിത്യം നരകം പോകുന്നുവെങ്കിൽ യേശുവിൻ്റെ പ്രായശ്ചിത്തം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ദൈവത്തിൻ്റെ എല്ലാ ശ്രദ്ധയും നമ്മുടെ മാനസാന്തരത്തിലും നമ്മുടെ രക്ഷയിലുമാണ്. അതുകൊണ്ട് പാപിയെ രക്ഷിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പാപിയെ തേടിയാണ് യേശു വന്നത്. എന്തിനെ? പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും അതുവഴി അവനെ രക്ഷിക്കുവാനും. ദൈവത്തിൻ്റെ നന്മ, ക്ഷമ, ദീർഘക്ഷമ എന്നിവ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് അറിയാതെ നീ ദൈവത്തിൻ്റെ ദീർഘക്ഷമയും നന്മയെയും അവഗണിക്കുകയാണോ ചെയ്യുന്നത് എന്ന് റോമാലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നന്മയും കരുണയും ദീർഘക്ഷമയും നമ്മുടെ പാപത്തെ നിന്ന് നമ്മളെ മാനസാന്തരത്തിലേക്ക് ഏത് വിധേനയും നയിക്കുവാനായിട്ടാണ് ക്ഷമയോടെ കാത്തിരിക്കുന്നത്. അപ്പം പാപത്തിൽ നിന്നുള്ള രക്ഷ നമ്മൾ ഉണ്ടായില്ലെങ്കിൽ, മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ നിത്യനരകം നമ്മൾ പോകും. അത് ചെയ്യാതിരിക്കാനാണ് എല്ലാ രക്ഷണ്യ വേലയും യേശുക്രിസ്തു നിർവഹിച്ചത്. പാപിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ സുഖഭോഗങ്ങളിലോ അല്ലെങ്കിൽ പാപത്തിൽ രസിക്കുന്ന മനുഷ്യന് ഇതൊരു കളിയായിട്ട് തോന്നുകയുള്ളൂ. പക്ഷേ കളി കാര്യമായി മാറും. യാക്കോബിൻ്റെ ലേഖനം 5:20 പറയുന്നു, ഒരു പാപിയെ തൻ്റെ പാപ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ, മാനസാന്തരത്തിലേക്ക് നയിക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങളെ മറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ഒരു ആത്മാവിനെ രക്ഷിക്കുക, നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് വചനത്തിൽ പറയുന്നു. രക്ഷയുടെ സുവിശേഷം മാനസാന്തരപ്പെട്ടാൽ ഇല്ലെങ്കിൽ നാശം, മാനസാന്തരപ്പെട്ട് രക്ഷയെ കൈവശമാക്കുക എന്നുള്ള സന്ദേശം ലോകത്തിന് ദൈവം കൊടുത്താണ്. അത് പറയുന്നവർ പലരും പല താല്പര്യത്തിലും പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഈ സന്ദേശം ദൈവത്തിൻ്റേതാണ്. അത് സ്വീകരിക്കുന്നവന് രക്ഷയാണ്. ആര് പറഞ്ഞാലും ശരി. ഗവൺമെൻറ് ഒരു സൗജന്യ ഇളവ് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപനം അറിയിക്കുന്ന നോട്ടീസ് കൊണ്ടുവരുന്ന ആളോ അല്ലെങ്കിൽ ആ പരസ്യം ചെയ്യുന്ന മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന ആളോ ഒന്നും അത്ര ഉത്തമനല്ലായിരിക്കാം. പക്ഷേ അത് വിജ്ഞാപനം ഗവൺമെൻറ്റിൻ്റേതാണ്. അവിജ്ഞാപനം സ്വീകരിച്ച് അത് ആക്ട് ചെയ്യുന്നവൻ അതിൻ്റെ ഇളവ് കിട്ടും. ദൈവം സ്വർഗത്തിൽ നിന്ന് അറിയിച്ച ദൂത്, ആ ദൂത് ദൈവം നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി അറിയിക്കുന്നതാണ്. അതാര് പറഞ്ഞാലും അത് സ്വീകരിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടാൽ രക്ഷയുണ്ട്. തള്ളിക്കളഞ്ഞാൽ നിത്യമായ നരകയാതന മാത്രം.